നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന എത്രയേറെ ബ്രാൻഡുകൾ നമുക്കിടയിലുണ്ട്. വലിയ വലിയ പരസ്യങ്ങളോട് വരുന്ന വലിയ വലിയ കമ്പനികളുടെ ബ്രാൻഡ് നെയിമുകൾ പല കാര്യങ്ങളിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. മഹാഭാരതത്തിൽ രസകരമായൊരു കഥയുണ്ട്. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നു. യുദ്ധം തോക്കുന്ന അവസ്ഥയിലാണ് പാണ്ഡവർ നിൽക്കുന്നത്. ദ്രോണാചാര്യർ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ദ്രോണാചാര്യരുടെ മനസ്സ് തകർക്കണം. ധർമ്മപുത്രരോട് കൃഷ്ണൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചുപോയി എന്നൊരു കള്ളം പറയാൻ പറഞ്ഞു. സത്യസന്ധനായിട്ടുള്ള ധർമ്മപുത്രൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയില്ല, യുധിഷ്ഠിരൻ സത്യമുള്ളവനാണ്, ധർമ്മമുള്ളവനാണ്, അങ്ങനെ പറയില്ല, കള്ളം പറയില്ല. എങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു ആന മരിച്ചിട്ടുണ്ട്, അക്കാര്യം ഒന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദ്രോണാചാര്യർ കേൾക്കെ ധർമ്മപുത്രൻ വിളിച്ചു പറഞ്ഞു, അശ്വത്ഥാമാവ് മരിച്ചു. പതുക്കെ പറഞ്ഞു, അശ്വത്ഥാമാവെന്ന ആന. ഉറക്കെ വിളിച്ചു പറഞ്ഞത് അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. പതുക്കെ പറഞ്ഞത് അശ്വത്ഥാമാവെന്ന ആന കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷേ ഈ അശ്വത്ഥാമാവെന്ന ആന കൊല്ലപ്പെട്ട കാര്യം ദ്രോണാചാര്യർ കേട്ടില്ല. ഇത് കണക്കാണ് പല പരസ്യങ്ങളും. കഴിഞ്ഞ ദിവസം അത്യാവശ്യം എന്തോ ഒരു പുറത്ത് ഭക്ഷണം കഴിച്ചിട്ട് വയറ് കേടായി ഭയങ്കരമായിട്ടുള്ള ഛർദിയൊക്കെ ആയിട്ട് അടുത്തുള്ള ഒരു ഫാർമസിയിൽ, ഒരുപാട് സെക്ടറുള്ള ഒരു ഫാർമസിയിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് ഡീഹൈഡ്രേഷൻ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എന്തെങ്കിലും ഡീഹൈഡ്രേഷൻ ORS തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ORSന്റെ പൊടിയില്ല, പുതിയ ഒരു സംഭവം ഇറങ്ങിയിട്ടൊരു പാക്കാണ്, ടെട്രാ പാക്കാണ്, ഇതിനകത്താവുമ്പോൾ കുഴപ്പമില്ല. നോക്കിയപ്പോൾ ORS എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. വീട്ടിൽ കൊണ്ടുവന്ന് ORS എന്ന് പറഞ്ഞൊരു 3-4 കഴിച്ചു കഴിഞ്ഞിട്ട് വളരെ പതുക്കെയാണ് ഞാൻ അതിൻ്റെ പുറകിലേക്ക് ഒന്ന് വായിച്ചു നോക്കിയത്. അതിൽ പ്രത്യേകം എഴുതിയിരിക്കുന്നു, ദിസ് ഈസ് നോട്ട് ORS. കണ്ടോളൂ, ഇതാണ് ആ ഒരു സാധനം. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒന്ന് പരതി. നമുക്കറിയാം, വർഷങ്ങളായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു വലിയ ബ്രാൻഡിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്. ആരോറൂട്ട് എന്നാണ് അതിൻ്റെ പേര്. എനിക്കൊന്ന് ആരോറൂട്ടിൻ്റെ മലയാളം കൂവരകെന്നോ കൂരോന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂവക്കിഴങ്ങെന്നോ എന്താണെന്ന് തോന്നുന്നു. കൂവക്കിഴങ്ങിൻ്റെ പൊടി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. പണ്ടാരോ അങ്ങനെ പറഞ്ഞ് എന്നെയും വിശ്വസിപ്പിച്ചിരുന്നു ആരോറൂട്ട് ബിസ്ക്കറ്റ് ഏറ്റവും ബെസ്റ്റാണെന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു നോക്കിയത്. ആരോറൂട്ട് ബിസ്ക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് മൈദയാണ്. മൈദാമാവും പഞ്ചസാരയും എണ്ണയൊക്കെയാണ് ആരോറൂട്ട് ബിസ്ക്കറ്റിലെ പ്രധാന ഇൻഗ്രീഡിയൻസ്. ഞാൻ വീണ്ടും ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ വൈഫിൻ്റെ പാചക ശൃംഖലയിലിരിക്കുന്ന ഒരു ചെറിയ സാധനം എടുത്തു. തായ് ചില്ലീസ് എന്ന് പറഞ്ഞൊരു സോസാണ് തായ് ചില്ലീസ്. സ്വാഭാവികമായിട്ടും ചൈനീസ് ഫുഡുള്ള ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടമായിരിക്കും. അങ്ങനെ ഈ തായ് ചില്ലീസ് എടുത്ത് ഞാനൊന്ന് നോക്കിയപ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിച്ചത്, അതിൻ്റെ അടിയിൽ ഒരു ചെറിയ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. തായ് എന്ന് പറയുന്ന ഒരു ഫാൻസി നെയിം മാത്രമാണ്. യഥാർത്ഥ തായിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കൗതുകം കയറി ഞാൻ നേരെ അടുത്ത ഒരു സോസിലേക്ക് ചെന്ന് നോക്കി. നമുക്കറിയാം, നമ്മൾ വെട്ടി വിഴുങ്ങുന്ന ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു സാധനമാണ് ടൊമാറ്റോ കെച്ചപ്പ്, അല്ലേ? തക്കാളിയുടെ സോസ്. മറ്റെന്തിനേക്കാളും കൂടുതൽ മലയാളി ഉപയോഗിക്കുന്ന ഒരു സോസാണ്. ഇപ്പം നമ്മുടെ മീൻകറിക്കകത്ത് വരെ ഈ പറഞ്ഞ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർക്കാറുണ്ട്. എന്തായിരിക്കാം ഈ ടൊമാറ്റോ കെച്ചപ്പിൽ നിന്ന് നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, 28% മാത്രമാണ് അതിനകത്ത് തക്കാളി. അതായത് 100 ഗ്രാം ടൊമാറ്റോ സോസിൽ 28% മാത്രമേ തക്കാളിയുള്ളൂ. പിന്നീടുള്ളത് പ്രിസർവേറ്റീവ്സുകൾ, അതിന് അസിഡിറ്റി റെഗുലേറ്റേഴ്സുകൾ, പിന്നെ പ്രധാനമായും സ്റ്റാർച്ച് ഉണ്ട്. അതായത് നമ്മൾ തക്കാളി സോസ് എന്നും പറഞ്ഞ് കഴിക്കുന്ന സാധനത്തിൽ കൂടുതലും മറ്റെന്തൊക്കെയോ വസ്തുക്കളാണ്. ഇങ്ങനെ എത്രയെത്ര പരസ്യങ്ങളെക്കാരെ ബ്രാൻഡുകളാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ അതാണെന്ന് തോന്നും, നാച്ചുറൽ ആണെന്ന് തോന്നും, ആയുർവേദിക് ആണെന്ന് തോന്നും. പല പ്രോപ്പർട്ടിയിലും ഞാൻ ഈ യുനോ എന്ന് പറഞ്ഞു, ഇനോ അങ്ങനെ ഒരു സാധനമുണ്ട്. നമ്മുടെ ഗ്യാസ് ഒക്കെ കളയുവാനുള്ള ഒരു സാധനമാണ്. ആയുർവേദിക് പ്രൊപ്രൈറ്ററി മെഡിസിൻ എന്നാണ് എഴുതി കണ്ടത്. ഞാൻ കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് ആയുർവേദമായിട്ട് ആ പേരല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കിടയിലുണ്ട്. പേര് കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. ഇത് ഭയങ്കര സംഭവമാണ്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ORS പോലെ, ടൊമാറ്റോ കെച്ചപ്പ് പോലെ, ആരോറൂട്ട് പോലെ. ഇതാണ് അതൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന എത്രയേറെ സംഭവങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കും ഓർക്കുന്ന പരസ്യങ്ങൾ, ഈ പറഞ്ഞ ബ്രാൻഡ് നെയിമുകളെ കുറിച്ച് താഴെ മെൻഷൻ ചെയ്യണം. തീർച്ചയായിട്ടും ഇത് രസകരമായിട്ടുള്ള അറിവ് മറ്റുള്ളവർക്കാവും. പലപ്പോഴും നമ്മൾ അറിയാതെയാണ് ഈ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. എന്തായാലും ആരോറൂട്ട് ബിസ്ക്കറ്റ് മൈദയാണെന്ന് അറിഞ്ഞ ശേഷം പിന്നീട് ഞാൻ കഴിപ്പ് ഇല്ലെന്ന് തന്നെ പറയാം. എന്തായാലും ടൊമാറ്റോ കെച്ചപ്പിന്റെ കാര്യത്തിലും ഇന്നുകൊണ്ട് തീരുമാനമാവുന്നുണ്ട്. നാളെ എന്തായാലും ഈ ORSന്റെ ടെട്രാ പാക്ക് വേണ്ടി ഞാൻ ഫാർമസിയിലേക്ക് ഒന്ന് പോകുന്നുണ്ട്.
മിക്കവാറും അവിടെ ഇരിക്കുന്ന അയാൾ നോക്കിയിട്ടുണ്ടാവില്ല. കാരണം ORS എന്ന പേര്, അശുദ്ധമാവ് എന്ന പേര് വലുതായിട്ടും അതിൻ്റെ ഇത് ORS ലായനി അല്ലെന്ന് എഴുതിയേക്കുന്നത് ചെറുതായിട്ടുമാണ്. കള്ളം പറയുവാൻ നമ്മുടെ കമ്പനികൾ കൃത്യം അറിയാം. പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, സത്യം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞു. ഇല്ലേ, നമ്മുടെ ഈ റേഡിയോ പരസ്യങ്ങളെ കേട്ടിട്ടില്ലേ? വലിയ ലോണിനെ കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം വളരെ സ്പീഡിൽ പറഞ്ഞിട്ട് പോകും. നമുക്ക് പോലും മനസ്സിലാവില്ല, ഏറ്റവും സ്പീഡിലാണ് അത് പറഞ്ഞു പോകുന്നത്. നമ്മൾ അത് കേൾക്കരുത്, എന്നാൽ കേട്ടു ഒന്ന് വരുത്തണം. നേരത്തെ പറയുന്നത് പോലെ ധർമ്മപുത്രരുടെ ബുദ്ധിയാണ്. അശുദ്ധമാവ് മരിച്ചു, കൊല്ലപ്പെട്ടു, പക്ഷേ മരിച്ചത് അശുദ്ധമാവെന്ന ആനയാണ്. ഇതാണ് ബുദ്ധി. എല്ലാ പരസ്യ കമ്പനികളും ഈ മഹാഭാരത യുക്തി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പറയാനുള്ളത് അവർ പറഞ്ഞു. നാളെ കോടതിയിലേക്ക് ചെന്നാൽ അവർക്ക് പറയാനുണ്ട്, ഞങ്ങൾ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് ഇന്നതാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അവർ കാണാതെ ഞങ്ങൾ കുഴപ്പമുണ്ടല്ല. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല ലോഡ് കമ്പനികളുടെയും EMIയിലും പല കാര്യങ്ങൾ ചെന്ന് വിടുമ്പോൾ വലുതായിട്ട് എഴുതിയിരിക്കുന്ന മാത്രമേ നമ്മൾ കാണുകയുള്ളൂ, ചെറുത് നമ്മൾ കാണില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 3-4 ദിവസങ്ങൾക്ക് മുൻപ് മനോരമ അല്ലെങ്കിൽ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ നമുക്ക് നൽകിയ ഒരു ഉഗ്രൻ പണി. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഫ്രണ്ട് പേജിൽ തന്നെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, ഡിജിറ്റൽ കറൻസി വരാൻ പോകുന്നു. ഈ ഫെബ്രുവരി 1 മുതൽ ഇനി നമ്മുടെ സാധാരണ കറൻസി ഇല്ല. മലയാളിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു യുക്തി അവർക്കറിയാം. കാരണം പത്രം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും കാണുന്ന പത്രത്തിന്റെ ഡേറ്റ് എന്നാണ് നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. ആദ്യം ഹെഡിങ് മാത്രം വായിക്കുന്നവരാണ് കൂടുതൽ മലയാളികൾ എന്ന് എല്ലാവർക്കും അവർക്കറിയാം. ഇത്ര വർഷങ്ങളായിട്ട് പത്രം നടന്നവർക്ക് അറിയാം എന്താണ് വായിക്കുന്നതെന്ന്. നമ്മൾ ഹെഡിങ് മാത്രമേ വായിച്ചു പോകാറുള്ളൂ, താഴോട്ടുള്ള ഒന്നും വായിച്ച് നമ്മൾ പോകാറില്ല. ഹെഡിങ് ഇതാണ്, ഡിജിറ്റൽ മണി ആണ് ഇനി വരാൻ പോകുന്നത്, മറ്റേക്ക് നിരോധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പിന്നീട് പുകിലാണ്. എന്തിനേറെ, ഒരു പത്രമാധ്യമത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു വാർത്താ അവതാരകൻ പോലും ഈ ഹെഡിങ് മാത്രമേ വായിച്ചുള്ളൂ. അദ്ദേഹം ഈ പറഞ്ഞ മനോരമ അതൊരു പരസ്യമായിട്ടാണ് ചെയ്തതെങ്കിൽ ആ ചാനലുകാരൻ അതൊരു വാർത്തയാക്കി തന്നെ മാറ്റിക്കളഞ്ഞു. നമ്മളെയൊക്കെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്, തെറ്റിദ്ധരിപ്പിക്കുവാൻ വളരെ എളുപ്പമാണെന്ന് കൃത്യമായിട്ട് ഈ പരസ്യദാതാക്കൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് അറിയാം. അതാണ് അവർ ഈ ബ്രാൻഡുകൾക്ക് ഉപയോഗിക്കുന്നത്. മനോരമയ്ക്ക് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇത് പരസ്യമാണെന്ന് കൃത്യമായിട്ട് ശരിയാണ്. അവരുടെ അഡ്വർട്ടോറിയലിൽ ആവശ്യമായിട്ടുള്ളൊരു ഫോണ്ടാണ് അവരതിൽ കൊടുത്തിരുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ ഹെഡിങ് തൊട്ടപ്പുറത്ത് ചെറിയ ഒരു അത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് ഇന്ന ഒരു കമ്പനിയുടെ പരസ്യമാണ്, ഇന്ന യൂണിവേഴ്സിറ്റിയുടെ പരസ്യമാണെന്ന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പത്രത്തിന്റെ ഏറ്റവും ഇടതുഭാഗത്ത് മുകളിൽ 2050 എന്ന് എഴുതിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ അത്ര വിസിബിൾ ആയിരുന്നില്ല. അത് പരസ്യം കൊടുത്ത കമ്പനിക്കും ആവശ്യം അത് തന്നെയായിരുന്നു, ഇത് വാർത്തയാകുക. വാർത്തയായാലും നാളെ ഒരു നിയമപ്രശ്നമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൈകഴുകാനുള്ള വഴിയുണ്ട്, ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടില്ല, അശുദ്ധമാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു, പക്ഷേ അശുദ്ധമാവുന്ന ആനയാണെന്ന് ചെറുതായിട്ട് എഴുതിയിരിക്കുന്നു. അത് പത്രമാധ്യമങ്ങളായാലും എല്ലാം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എങ്ങനെയും മാർക്കറ്റിംഗ് അവരുടെ സ്ട്രാറ്റജി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഏതായാലും ഇനിയെങ്കിലും പത്രം വായിക്കുമ്പോഴായാലും പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഹെഡിങ് മാത്രം നോക്കാതെ, ബ്രാൻഡ് നെയിം മാത്രം നോക്കാതെ മൊത്തം ഒന്ന് വായിച്ചു നോക്കണം. കഴിയുമെങ്കിൽ വീട്ടിലൊരു ചെറിയ ലെൻസ് മേടിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴും നിങ്ങൾക്ക് വായിച്ചറിയേണ്ട പല കാര്യങ്ങളും കമ്പനിക്കാർ വളരെ ചെറിയ അക്ഷരത്തിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ ലോണിന്റെ എഗ്രിമെന്റ് എഴുതി വായിച്ചു നോക്കുമ്പോഴായിരിക്കും നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രമേ ഒപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ റാംജി റാവു സ്പീക്കിങ്ങിലെ ആ പാട്ട് കേൾക്കുന്നുണ്ടാവും, അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം ഗുലുമാൽ.